കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് എന്ന് പറയുമ്പോൾ എന്താണ് കമ്പ്യൂട്ടറിന്റെ ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം പ്രാക്ടിക്കലി അതൊന്നുമല്ല നമുക്ക് ആവശ്യം. ഒരു സിസ്റ്റം നമുക്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയണം. ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്നാലും നമ്മളൊന്ന് പറഞ്ഞു പോകും. അതായത് ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഫിസിക്കൽ കമ്പോണൻസ് ആണ്. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന കമ്പോണൻസ്, ഉദാഹരണത്തിന് കീബോർഡ്, മൗസ് തുടങ്ങിയ കാര്യങ്ങളെയൊക്കെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇനി ഈ ഹാർഡ്വെയർ ഉപയോഗിച്ച് നമുക്കൊരു സിസ്റ്റം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തായിട്ടൊരു കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി സോഫ്റ്റ്വെയറുകളെ തന്നെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ജനറലി സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നിങ്ങനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ് ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ആൻഡ്രോയിഡ്, വിൻഡോസ്, iOS തുടങ്ങിയവ. എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സിസ്റ്റം പാക്കേജ് ആണ്. ഒന്നോ ഒന്നിലധികം പ്രോഗ്രാംസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുന്നത്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഓവറോൾ ഓപ്പറേഷൻ, അതായത് മൊത്തത്തിൽ ഒരു കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറുകൾ ഒരു സ്പെസിഫിക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളതല്ല. അതായത് ഒരു ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടാലി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന എന്തിനാണ്? ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് മാനേജ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു ഉദ്ദേശം ആ സോഫ്റ്റ്വെയർ ഉണ്ട്. പക്ഷെ സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഇന്ന ഉദ്ദേശം, ഇന്ന പേർപ്പസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ ജനറൽ ആയിട്ടുള്ള, അതായത് ഈ സ്ക്രീനിന്റെ സെറ്റിങ്സ്, ബ്രൈറ്റ്നസ്, അങ്ങനെയുള്ള സാധാരണ ജനറൽ ആയിട്ടുള്ള സെറ്റിങ്സ് എല്ലാനും ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ അകത്താണ് വരുന്നത്. പിന്നെ ആപ്പിന്റെ മാനേജ്മെന്റ്, റാം യൂസേജ് തുടങ്ങിയ കാര്യങ്ങളെല്ലാനും സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡീൽ ചെയ്യുന്നത്. അതായത് നമ്മളുടെ സിസ്റ്റം ഇപ്പോൾ ഹാങ് ചെയ്യാതെ ഒരു തരത്തിൽ എല്ലാ സോഫ്റ്റ്വെയറിനെയും കോർത്തിണക്കിക്കൊണ്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഇനി ജനറൽ പ്രോഗ്രാംസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ സാധാരണ നമ്മളെ സഹായിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറുകളാണ്. ഇനി രണ്ടാമത്തെ തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പല ഐക്കൺസ് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വിൻഡോസ് സിസ്റ്റം യൂസ് ചെയ്യുമ്പോഴും ഇതിലുള്ള പല ഐക്കണുകൾ കണ്ടിട്ടുണ്ടാവും. ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഡോക്സ്, പവർ പോയിന്റ്, VLC പ്ലെയർ, ഇതെല്ലാനും ഓരോ പേർപ്പസ് ആണ് ചെയ്യുന്നത്. അതായത് ഗൂഗിൾ ഡോക്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേർഡ് പോലുള്ള ഫയൽസ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഇനി പവർ പോയിന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ്. അതായത് ഇങ്ങനെയുള്ള പ്രസന്റേഷൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് പവർ പോയിന്റ്. ഇനി VLC പ്ലെയർ ആണെങ്കിൽ ഈ ഒരു VLC പ്ലെയർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം നിറവേറ്റാനായിട്ട് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റോൾ ചെയ്ത് വെച്ചിട്ടുള്ള സോഫ്റ്റ്വെയറുകളെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതിനെ ആപ്ലിക്കേഷൻ പാക്കേജ് എന്നും കൂടി പറയാറുണ്ട്. അതായത് ഒരു സ്പെസിഫിക് ജോബാണ് ഈ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. ഇനി ഇവിടെ പറയുന്ന പോലെ നമ്മുടെ കമ്പനിയിലുള്ള അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, അതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ കൊണ്ടുവരുന്നത്. ഉദാഹരണത്തിന് ടാലി, ക്വിക്ക് ബുക്സ് അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. കാരണം അതൊരു സ്പെസിഫിക് പേർപ്പസ് ആണ് ചെയ്യുന്നത്. ഇനി ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ജനറൽ ഓവർവ്യൂ ആണ് നമുക്ക് ഇനി നെക്സ്റ്റ് പറയേണ്ടത്. കാരണം ഇനി എന്താണ് നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ ജനറലി അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. നമ്മൾ ഇനി സിസ്റ്റം ഓപ്പൺ ചെയ്യണം. ഒരു വിൻഡോസ് സിസ്റ്റം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്ന ഫസ്റ്റ് വിൻഡോ ആയിരിക്കും ഇത്. ഇതിനെയാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. ഈ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് ഒരു ജനറൽ ഏരിയ ആണ്. ഡെസ്ക്ടോപ്പിന്റെ അകത്ത് നമുക്ക് പല ഐക്കൺസ് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഈ ഐക്കൺസ് ആണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഓരോ
ബട്ടണുകൾ അല്ലെങ്കിൽ ഒരു സിമ്പലുകൾ പോലെ ഇരിക്കുന്ന ഈ കാര്യത്തിനാണ് വിൻഡോസിൽ ഐക്കൺസ് എന്ന് പറയുന്നത്. ഇനി സ്ക്രീനിന്റെ ഏറ്റവും താഴെ ഉള്ള ഏരിയനെയാണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത്. അതായത് ഈ താഴെയുള്ള ഏരിയ അതാണ് ടാസ്ക് ബാർ. ഈ ടാസ്ക് ബാറിൽ തന്നെ നമുക്കിങ്ങനെ എന്തുകൊണ്ടാണ് ഈ ടാസ്ക് ബാർ എന്ന് പേര് വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ പ്രോഗ്രാമുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ടാസ്കുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ടാസ്ക് ബാറിൽ എഡ്ജ് എന്ന് പറയുന്ന ഒരു ബ്രൗസർ ഇവിടെ ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ട്. ഫയൽ എക്സ്പ്ലോറർ എന്ന് പറയുന്ന പ്രോഗ്രാം ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ട്. വാട്സാപ്പ് ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ട്. വേർഡും ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോ ഒരു റീസെന്റ് മെനു പോലെ നമുക്ക് ഈ ടാസ്ക് ബാറിനെ യൂസ് ചെയ്യാം. അതായത് നമ്മളുടെ ഫോണിലൊക്കെ നമ്മൾ ഒരേ സമയം ഒരു ആപ്പിൽ നിന്ന് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകാനായിട്ട് ഈ ടാസ്ക് ബാർ യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഞാനിവിടെ ഇപ്പോൾ ഫയൽ എക്സ്പ്ലോറർ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ എഡ്ജ് എന്ന് പറയുന്ന ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇവിടെ എഡ്ജ് ബ്രൗസർ ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ട്. ഇനി ഇതൊന്ന് മിനിമൈസ് ചെയ്തിടാം. ഇത് ഇങ്ങനെ മിനിമൈസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ടാസ്ക് ബാറിലേക്കായിരിക്കും പോയി കിടക്കുന്നത്. ഓക്കെ, നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് പോകാം. ആദ്യം ഡെസ്ക്ടോപ്പിൽ നിന്ന് താഴെ മൗസ് കൊണ്ടുവരുമ്പോൾ ടാസ്ക് ബാർ ഇവിടെ ആക്ടിവേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. റീസെന്റ് ഓപ്പൺ ചെയ്ത ആപ്ലിക്കേഷൻസ് നമുക്കിങ്ങനെ ടാസ്ക് ബാറിലൂടെ എടുക്കാം. അങ്ങനെ ഇവിടെ ഇപ്പോൾ എഡ്ജ് ബ്രൗസർ ഓപ്പൺ ആയി വന്ന് കിടപ്പുണ്ട്. ഇനി ഇതേപോലെ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ക്രോം ഓപ്പൺ ആയി. ക്രോമും ഇവിടെ വന്നു. ഇനി ക്രോം ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് പോകാം. വീണ്ടും ഡെസ്ക്ടോപ്പിലേക്ക് പോകാം. ഇവിടെ നിന്ന് ടാസ്ക് ബാറിൽ നമുക്ക് കാണാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ക്രോം നമുക്ക് കാണാം, ഫയൽ എക്സ്പ്ലോറർ കാണാം, എഡ്ജ് ബ്രൗസർ കാണാം. അങ്ങനെ നമ്മൾ ഏതൊക്കെ ടാസ്കുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്കിങ്ങനെ ടാസ്ക് ബാറിൽ കാണാനായിട്ട് കഴിയും. അടുത്തതായിട്ട് നമ്മൾക്കൊരു സിസ്റ്റം അതിൻ്റെ ശേഷി കംപ്ലീറ്റ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർഡ്വെയർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയണം. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഡിവൈസസ്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് മൗസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ അകത്തേക്ക് വിവരങ്ങൾ ആഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഡിവൈസിനെയാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് മൗസ് ആണ്. മൗസ് യൂസ് ചെയ്യുമ്പോഴുള്ള എല്ലാവരുടെയും ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ലെഫ്റ്റ് ക്ലിക്ക് എന്താണ്, റൈറ്റ് ക്ലിക്ക് എന്താണ്, സ്ക്രോൾ ബട്ടൺ എന്താണ്. അതായത് പുതിയതായിട്ട് ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരാൾക്ക് പ്രധാനമായിട്ടും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഇമേജ് നിങ്ങളൊരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. അതായത് നിങ്ങളുടെ മൗസിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ബട്ടനെയാണ് ലെഫ്റ്റ് മൗസ് ബട്ടൺ എന്ന് പറയുന്നത്. ഇനി മിഡിലുള്ള ഈ ഒരു ബട്ടനെയാണ് സ്ക്രോൾ ബട്ടൺ എന്ന് പറയുന്നത്. ഇനി റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ബട്ടനെയാണ് റൈറ്റ് ബട്ടൺ എന്ന് പറയുന്നത്. ലെഫ്റ്റ് മൗസ് ബട്ടനെ ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനെ പറയുന്നതാണ് ലെഫ്റ്റ് ക്ലിക്ക് എന്ന്. ഇനി മൗസിന്റെ മിഡിലുള്ള ഈ ഒരു സ്ക്രോൾ വീല് ഇതിങ്ങനെ തിരിച്ചു വിടുമ്പോൾ അതിനെയാണ് സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. നമുക്കൊരു പേജ് മുകളിൽ നിന്ന് താഴത്തേക്കൊക്കെ സ്ക്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സ്ക്രോൾ വീല് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിനെയാണ് റൈറ്റ് ക്ലിക്ക് എന്ന് പറയുന്നത്. ഓരോന്നിനും ഓരോ പേർപ്പസ് ഉണ്ട്. സിംഗിൾ ക്ലിക്ക് ആണ് ചെയ്യുന്നതെങ്കിൽ, എന്താണ് സിംഗിൾ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗസിന്റെ ബട്ടൺ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നതിനെയാണ് സിംഗിൾ ക്ലിക്ക്. ഇപ്പോൾ ഈ ഒരു ഇല്ലുസ്ട്രേഷനിൽ കാണുന്ന പോലെ നമ്മളുടെ ഫിംഗർ യൂസ് ചെയ്ത് ഒരു സിംഗിൾ ടാപ്പ് ചെയ്യുന്നതിനെയാണ് സിംഗിൾ ക്ലിക്ക്. ഇപ്പൊ ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ കൈ ഇങ്ങനെ വെച്ച് ടാപ്പ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആ ഒരു രീതിയിൽ നമുക്ക് സിംഗിൾ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് സിംഗിൾ ക്ലിക്ക് എന്ന് പറയുന്നത്. സാധാരണ എല്ലാ സിറ്റുവേഷനിലും, കൂടുതൽ സിറ്റുവേഷനിലും നമ്മൾ ലെഫ്റ്റ് മൗസ് ബട്ടൺ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് മൗസ് ബട്ടണും നമുക്ക് സിംഗിൾ ക്ലിക്ക് ചെയ്യാം, റൈറ്റ് മൗസ് ബട്ടണും നമുക്ക് സിംഗിൾ ക്ലിക്ക് ചെയ്യാം. രണ്ടും സിംഗിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ള എഫക്റ്റ് ഡിഫറെന്റ് ആണ്. അതൊന്ന് നമുക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് മൗസ് ബട്ടൺ ആണ് സിംഗിൾ ക്ലിക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ ഈ അഡോബ് ഫോട്ടോഷോപ്പ് എന്നുള്ളത് ഒന്ന് സിംഗിൾ ക്ലിക്ക് ചെയ്യാണ്.
അപ്പൊ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ആയി. അതായത് അതിന് ചുറ്റും ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ പോലെ വന്നിട്ടുണ്ട്. അത് സെലക്ട് ആയി എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനിയിപ്പോ ഈ ക്വിക്ക് ബുക്സ് എന്ന് പറയുന്ന കാര്യം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് മൗസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അതാണ് സെലക്ഷൻ നേരെ ഈ ഫോട്ടോഷോപ്പിൽ നിന്ന് ക്വിക്ക് ബുക്സ് എന്ന് പറയുന്ന ഐക്കണിലേക്ക് പോയി. ഇനി എക്സൽ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എക്സൽ ആണ് ഇവിടെ ഇപ്പോൾ സെലക്ട് ആയിട്ടുള്ളത്. ഇനി ഇതിന് പകരം നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് ലെഫ്റ്റ് ക്ലിക്ക് ആണ്, സിംഗിൾ ലെഫ്റ്റ് ക്ലിക്ക് ആണ് ഇപ്പോൾ ചെയ്തത്. ഇനി അതിന് പകരം റൈറ്റ് സിംഗിൾ ക്ലിക്ക് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോഴെന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഡെസ്ക്ടോപ്പിലേക്ക് പോകുന്നു, ഒരു ഐക്കണിലേക്ക് വരുന്നു, മൗസ് ബട്ടന്റെ റൈറ്റ് മൗസ് ബട്ടൺ ആണ് ഇവിടെ സിംഗിൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. റൈറ്റ് മൗസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ, സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മെനു ആണ് ഇവിടെ ഓപ്പൺ ആയി വരുന്നത്. ഓക്കെ, ഇപ്പോൾ ആ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ വീണ്ടും ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് വീണ്ടും ഡെസ്ക്ടോപ്പിലേക്ക് പോവാം. ഓക്കെ, അതായത് ഡെസ്ക്ടോപ്പിലുള്ള ഐക്കണെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മെനു ആണ് വരുന്നത്. അതായത് ഈ ഒരു ഐക്കണിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അതായത് ഇപ്പോൾ ഈ എഡ്ജിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ എഡ്ജ് ഐക്കണിന് പോസിബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത്. ഇനി ഇപ്പോൾ ഈ ഒരു ടാലി ബാക്കപ്പ് എന്നുള്ള ഫോൾഡർ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഫോൾഡറിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത്. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു കാര്യം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സിംഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ആവും. ഇനി ഇതിന്റെ കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിലാണ് റൈറ്റ് മൗസ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഇതിനെ കട്ട് ചെയ്യണം, പേസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇനി ഡിലീറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് കാണണം എന്നുണ്ടെങ്കിലാണ് റൈറ്റ് മൗസ് ബട്ടൺ സിംഗിൾ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് ക്ലിക്ക് ഉണ്ട്, റൈറ്റ് ക്ലിക്ക് ഉണ്ട്. ലെഫ്റ്റ് ക്ലിക്ക് എന്ന് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ആവുള്ളൂ. റൈറ്റ് ക്ലിക്ക് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു മെനു ആയിരിക്കും വരുന്നത്. അഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്നതായിരിക്കും. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ സിംഗിൾ ക്ലിക്ക് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് ഡബിൾ ക്ലിക്ക് എന്ന് പറയുന്നത്. ഡബിൾ ക്ലിക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇമേജിൽ അല്ലെങ്കിൽ ഇലിസ്ട്രേഷനിൽ കാണുന്ന പോലെ മൗസ് ബട്ടൺ സാധാരണ ലെഫ്റ്റ് മൗസ് ബട്ടൺ ആണ് നമ്മൾ ഇങ്ങനെ 2 പ്രാവശ്യം ടാപ്പ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ 2 പ്രാവശ്യം ടാപ്പ് ചെയ്യണം. അപ്പോഴാണ് ഡബിൾ ക്ലിക്ക് ആകുന്നത്. അല്ലാതെ 2 മൗസ് ബട്ടണും ഒരുമിച്ച് ഇവിടെ ക്ലിക്ക് ആവുന്നില്ല. ആകെ ഒരു മൗസ് ബട്ടൺ, അതും ലെഫ്റ്റ് ആണ് സാധാരണ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നത്. ലെഫ്റ്റ് മൗസ് ബട്ടൺ ആണ് 2 പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ആവുന്നത്. ഈ ഒരു ഫിംഗർ നോക്കി ഇതിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. വർക്കിംഗ് ഫിംഗർ ആയിട്ടുള്ളത് ലെഫ്റ്റ് മൗസ് ബട്ടൺ, അതിന്റെ മീതുള്ള ഫിംഗർ ആണ് ഡബിൾ ആയിട്ട് ടാപ്പ് ചെയ്യുന്നത്. ഇനി ഡബിൾ ക്ലിക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അതായത് ഇപ്പൊ ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, ഉദാഹരണത്തിന് വേർഡ്. ഈ വേർഡ് എന്ന് പറയുന്ന കാര്യത്തിനെ ഞാനൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. അതായത് ഇപ്പൊ ആദ്യം ഇത് സിംഗിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് സെലക്ട് ആവും. നമുക്ക് വേണ്ട സിംഗിൾ ക്ലിക്ക് അല്ല, ഡബിൾ ക്ലിക്ക് ആണ്. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ആ ഒരു വേർഡ് എന്ന് പറയുന്ന കാര്യം ഇങ്ങനെ ഓപ്പൺ ആയി വന്നു. ഓക്കെ, അതാണ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ. ഒരു പ്രോഗ്രാമിനെ റൺ ചെയ്യാനോ ഒരു ഫോൾഡറിനെ ഓപ്പൺ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ഡബിൾ ക്ലിക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബിസിനസ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു ഫോൾഡർ കിടപ്പുണ്ട്. ഈ ഒരു ഫോൾഡർ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഫോൾഡറിനകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് സിസ്റ്റം നമുക്ക് കാണിച്ചു തരും. അതായത് ആ ഫോൾഡർ ഓപ്പൺ ആയി വന്നു. ഇനി ഫോൾഡർ ഓപ്പൺ ചെയ്യാനായിട്ട് പല വഴികളുണ്ട്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ എടുക്കാനായിട്ട് പല വഴികളുണ്ട്. അതായത് ഇപ്പോൾ ഫോൾഡർ ഓപ്പൺ ചെയ്ത് നമ്മൾ ഇതിങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ആ ഫോൾഡർ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ടാലി ബാക്കപ്പ് ആണ് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. പക്ഷേ നമുക്കിപ്പോ ഇതിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ റൈറ്റ് ക്ലിക്ക് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെനു ഓപ്പൺ ആയിട്ട് വരും. ഈ മെനു ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോൾഡർ ഓപ്പൺ ചെയ്യുകയോ ഒരു പ്രോഗ്രാം റൺ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അതായത് ഇവിടെ ഇപ്പോൾ ഈ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് മൗസ് പ്ലേസ് ചെയ്തു, ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതായത് റൈറ്റ് ക്ലിക്ക് വെറുതെ ക്ലിക്ക് ചെയ്തിട്ട് കാര്യമില്ല,
ഇങ്ങനെ ഒരു മെനു മാത്രം വരുള്ളൂ. ഇത് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ജസ്റ്റ് ഏത് ഓപ്ഷനാണ് വേണ്ടത് അതിലേക്ക് മൗസ് കൊണ്ടുവരിക. ലെഫ്റ്റ് മൗസ് ബട്ടൺ ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇനി ഇതുപോലെ ഒരു പ്രോഗ്രാം ആണ് നമ്മൾക്ക് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രോഗ്രാം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഡിഫറെന്റ് ഓപ്ഷൻസ് വരും. നമുക്ക് എന്താണ് വേണ്ടത്? ഇപ്പോൾ ഓപ്പൺ ആണ് ചെയ്യേണ്ടതെങ്കിൽ ഇത് ഓപ്പൺ എന്നുള്ള ഓപ്ഷനിലേക്ക് മൗസ് കൊണ്ടുവരിക. ഒരു സിംഗിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോഴും ആ പ്രോഗ്രാം ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അങ്ങനെ മൗസിന്റെ ലെഫ്റ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്, സിംഗിൾ ക്ലിക്ക് ആൻഡ് ഡബിൾ ക്ലിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസിലേക്ക് പോകാം. അതാണ് കീബോർഡ് എന്ന് പറയുന്നത്. കീബോർഡ് നമ്മൾക്ക് എന്തും ടൈപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇനി കീബോർഡ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതായത് ആൽഫബറ്റ്സും നമ്പേഴ്സും എല്ലാം ഉള്ള ഒരു ഏരിയ ആണ്. ആൽഫബറ്റ് ടൈപ്പ് ചെയ്യാനും നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാനും കീബോർഡ് യൂസ് ചെയ്യാം. ഇനി കീബോർഡിൽ നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പല സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യാം. അപ്പോൾ ഓരോ സോഫ്റ്റ്വെയറിലും ഉപയോഗിക്കേണ്ട ചില പ്രത്യേക കീസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇവിടെ മുകളിൽ കാണുന്ന ഈ ഒരു ഏരിയനെയാണ് ഫങ്ഷൻ കീസ് എന്ന് പറയുന്നത്. ഈ F1, F2, F3 ഇതെല്ലാം ഓരോ സോഫ്റ്റ്വെയറിൽ ഒരു പ്രത്യേക ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രവർത്തിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ സാധാരണ നമ്മളിപ്പോൾ ഒരു ഡെസ്ക്ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് F1, F2 ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ചില പ്രോഗ്രാമിലൊക്കെ നിൽക്കുമ്പോൾ ഈ പറയുന്ന ഫങ്ഷൻ കീസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ആക്ടിവിറ്റീസ് ആയിരിക്കും അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് എന്ന് ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. അതായത് ഏറ്റവും മുകളിലുള്ള F1 എന്നുള്ള കീ, അതായത് ആ ഇങ്ങനെ എഫ് എന്ന് പറയുന്ന ആൽഫബറ്റിൽ നിന്ന് തന്നെ ഒന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന ചില കീസ് ആണ് ഫംഗ്ഷൻ കീസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ താഴെ നമുക്ക് ന്യൂമറിക് കീസ് കാണാം, അതായത് നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാനുള്ള കീ. പിന്നെ ചില സ്പെഷ്യൽ കീസും നമുക്ക് അതിൽ കാണാം, അതായത് എക്സ്ക്ലമേറ്ററി സിമ്പിൾ, അറ്റ്, ഹാഷ്ടാഗ്, അങ്ങനെയുള്ള കുറെ സിമ്പിൾസ് നമുക്ക് ആ ഒരു കീസിന്റെ മുകളിലായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി സാധാരണ നമ്മളിപ്പോ ഈ കീസ് ഒക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള വാല്യൂസ് ആയിരിക്കും പ്രിന്റ് ആയി വരുന്നത്, അതായത് ടൈപ്പ് ചെയ്ത് വരുന്നത്. അതായത് ഇപ്പൊ ഈ ഒരു കീ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നായിരിക്കും സ്ക്രീനിൽ ടൈപ്പ് ആവുന്നത്. ഇപ്പോൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ആയിരിക്കും. അങ്ങനെ ഈ താഴെയുള്ള സിമ്പിൾ ആയിരിക്കും നമ്മൾ ആ കീ പ്രസ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ വരുന്നത്. ഇനി ഇവിടെ മുകളിൽ, അതായത് ഇപ്പോൾ പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ഒരു ഐക്കൺ ആണ് അല്ലെങ്കിൽ സിമ്പിൾ ആണ് വരേണ്ടതെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു കീ പ്രസ് ചെയ്യാനായിട്ട്. അതായത് ഷിഫ്റ്റ് കീ പ്ലസ് എന്തെങ്കിലും ഈ ഒരു ന്യൂമറിക് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ള സിമ്പലുകൾ, അതായത് ഈ ആൻഡ്, ഹാഷ്ടാഗ്, പേഴ്സൻറ്റേജ്, ആസ്റ്ററിസ്ക് അല്ലെങ്കിൽ സ്റ്റാർ, അങ്ങനെയുള്ള സിമ്പലുകളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് കിടക്കുന്നത്? മുകളിലാണ് കിടക്കുന്നത്. ഈ മുകളിൽ കിടക്കുന്ന സിമ്പലുകൾ നമുക്ക് ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് വേണം ഈ ഒരു കീ പ്രസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഏറ്റവും താഴെ ഉള്ള കീസിനെയാണ് നോർമൽ കീസ് എന്ന് പറയുന്നത്. ആൽഫബറ്റ് കീസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആൽഫബറ്റ് ടൈപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി എൻ്റർ കീ താഴത്തേക്ക് പോകാനായിട്ട്, അതായത് ഒരു ലൈനിൽ നിന്ന് താഴത്തേക്ക് പോകാനായിട്ട് എൻ്റർ എന്നുള്ള കീ യൂസ് ചെയ്യുന്നു. അതെല്ലാം നമ്മൾ ഓരോ സോഫ്റ്റ്വെയർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകും. ഇനി ബാക്ക് സ്പേസ് എന്നുള്ള കീ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് അതിനെ ക്ലിയർ ചെയ്യാനായിട്ട്, അതായത് നമ്മൾക്ക് ഒരു കാര്യം ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും? മിസ്റ്റേക്ക് പറ്റും. ഇപ്പോൾ അതിനായിട്ട് ഞാൻ വേർഡ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ് എടുക്കുന്നത്. അതായത് ഇപ്പോൾ ഇതിൽ ജസ്റ്റ് ബിസിനസ് പീപ്പിൾ എന്നൊന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് അടുത്ത ലൈനിലേക്ക് പോകാനായിട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഒരു എൻ്റർ എന്ന് പറഞ്ഞ കീ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. എൻ്റർ കീ പ്രസ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്തു. അതായത് അപ്പോൾ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ വാക്ക് അടുത്ത ലൈനിലാണ് വന്നത്. ഇനി
ഇത് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ, അതായത് ഓരോ അക്ഷരം ആയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയണം എന്നുണ്ടെങ്കിലാണ് ഈ നേരത്തെ പറഞ്ഞ ഈ ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞ കീ യൂസ് ചെയ്യുന്നത്. ഈ ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. തൊട്ട് ഇടത്തെ സൈഡിലുള്ള അക്ഷരങ്ങൾ ഇങ്ങനെ ക്ലിയർ ആയി പൊക്കോണ്ടിരിക്കും. അതാണ് ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള എഫക്റ്റ്. ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കീ ആണ് ഡിലീറ്റ് എന്നുള്ള കീ. അതായത് നമ്മളുടെ കീബോർഡിൽ തന്നെ കാണാൻ പറ്റും ഡിലീറ്റ് കീ. ഡിലീറ്റ് കീ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ വലത്തെ സൈഡിലുള്ള ഡാറ്റാസ് ആയിരിക്കും ഡിലീറ്റ് ആവുന്നത്. അതായത് ബാക്ക് സ്പേസ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നു ലെഫ്റ്റ് സൈഡിലുള്ള കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഡിലീറ്റ് ആയി പോകുന്നത്. ഇനി ജസ്റ്റ് ഇവിടെ ഞാനിപ്പോൾ സെന്ററിൽ മൗസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കീബോർഡിൽ ഡിലീറ്റ് എന്നുള്ള കീ ആണ് ഇവിടെ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. തൊട്ട് റൈറ്റ് സൈഡിലുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ഡിലീറ്റ് ആയി പൊക്കോണ്ടിരിക്കുന്നത്. ഇത് ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ സഹായിക്കും, ഈ ഒരു ബാക്ക് സ്പേസും ഡിലീറ്റും. എൻ്റെ കീയും ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ കൺട്രോൾ എന്നുള്ള കീ സാധാരണ മറ്റ് കീസിന്റെ കോമ്പിനേഷനിലായിട്ടാണ് വരുന്നത്. അതായത് കുറെ ഷോർട്ട് കട്ട്സ് ഉണ്ട്. കോപ്പി ചെയ്യാനായിട്ട് കൺട്രോൾ സി, പേസ്റ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ വി, അങ്ങനെ ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ട്. അങ്ങനെയുള്ള മൗസ് ഷോർട്ട് കട്ട്സ് നമ്മൾക്ക് സിസ്റ്റം യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി വേഗത്തിലാക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഷോർട്ട് കട്ടുകൾ എന്ന് പറയുന്നത്. നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഷോർട്ട് കട്ട്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം പിന്നീട്. അപ്പോൾ അതിനെപ്പറ്റി ഷോർട്ട് കട്ട്സുകളെ കുറിച്ച് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ഇടാം, അതായത് വിൻഡോസ് ബേസ്ഡ് ഷോർട്ട് കട്ട്സ്. ഇനി മറ്റ് കീസിലേക്ക് പോകുമ്പോൾ മൂവ്മെന്റിന് സഹായിക്കുന്ന കീസ് ആണ് ആരോ കീ എന്ന് പറയുന്നത്. മുകളിലേക്ക് പോകാനും ഇടത്തെ സൈഡിലേക്കും താഴത്തേക്കും വലത്തോട്ടും പോകാനായിട്ട് ആരോ കീസ് യൂസ് ചെയ്യാം. ഇനി സൈഡിൽ ഫിനാൻസ് ഫീൽഡ് വർക്ക് ചെയ്യുന്നവരെ സഹായിക്കാനായിട്ട് ചില കീബോർഡ്സിൽ ഒരു ന്യൂമറിക് കീപാഡും കൂടി ഉണ്ടാവും. നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാനും പ്ലസ് മൈനസ് അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്യാനായിട്ട് ന്യൂമറിക് കീപാഡ് ഉണ്ടാവും. അങ്ങനെ കീബോർഡ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കമ്പ്യൂട്ടറിന്റെ ഏകദേശം ഒരു 50% നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫയൽ ഫോൾഡർ മാനേജ്മെന്റ് ആണ്. അതായത് നമ്മളുടെ കയ്യിലുള്ള ഫയലുകളെയും ഫോൾഡറുകളെയും പ്രോപ്പർ ആയിട്ട് അടുക്കി പെറുക്കി വെക്കുക. അതായത് നമ്മുടെ ഈ ഒരു ഏരിയനെ ഡെസ്ക് ടോപ്പ് എന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് നമ്മുടെ ഒരു മേശപ്പുറം പോലെ വൃത്തിയായിട്ട് എപ്പോഴും ഡെസ്ക്ടോപ്പ് സൂക്ഷിക്കാൻ ആയിട്ട് ശ്രദ്ധിക്കാം. അതായത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു സിസ്റ്റം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരുപാട് ഐക്കണുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അരോചകത്വം ഉണ്ടാക്കും. അപ്പൊ നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് വൃത്തിയായിട്ട് സൂക്ഷിക്കാതെ പ്രോപ്പർ ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇനി ഡെസ്ക്ടോപ്പ് ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇതിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യം അറിയേണ്ട കാര്യമാണ് ഇത്. ഇങ്ങനെയുള്ള ഐക്കൺസ് നമ്മൾ വിൻഡോസിൽ കാണും. അതിനെയാണ് ഫോൾഡറുകൾ എന്ന് പറയുന്നത്. ഫോൾഡറുകളെ ഡയറക്ടറി എന്നും കൂടി പറയാറുണ്ട്. ഇതൊരു സ്പേസ് ആണ്. ഈ സ്പേസിന്റെ അകത്ത് നമുക്ക് ഫയലുകളെ സ്റ്റോർ ചെയ്യാം, മറ്റു ഫോൾഡറുകളെ സ്റ്റോർ ചെയ്യാം, ഷോർട്ട് കട്ടുകളെ ഹോൾഡ് ചെയ്യാം. അതായത് നമ്മളുടെ സാധാരണ റിയൽ ലൈഫിലുള്ള ഒരു ഫോൾഡറിനെ സങ്കല്പിച്ചാൽ മതി. അതായത് ഈ ഐക്കൺ തന്നെ ഇങ്ങനെയുള്ള ഒരു ഫോൾഡർ ആണെന്ന് വിചാരിക്കാം. സാധാരണ നമ്മൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ വെക്കും? കുറെ പേപ്പറുകൾ വെക്കും, കുറെ വേണമെങ്കിൽ അത്യാവശ്യം പേനകൾ വെക്കാം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കൊരു ഫോൾഡറിന്റെ അകത്ത് വെക്കാം. അതേ പേർപ്പസ് തന്നെയാണ് വിൻഡോസിൽ ഒരു ഫോൾഡറും ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഇതിൽ ബിസിനസ് പീപ്പിൾ എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. ഈ ഫോൾഡർ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് മറ്റു കുറെ ഫയലുകൾ ഉള്ളത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ഫോൾഡറിന്റെ അകത്ത് ചിലപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ആകാം, അല്ലെങ്കിൽ ഇതേപോലുള്ള പല തരത്തിലുള്ള ഫയലുകളാകാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ വഹിക്കുന്ന ഒരു കാര്യമാണ് ഫോൾഡർ എന്ന് പറയുന്നത്. ഇനി ഫയൽ എന്ന് പറയുന്നത് വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കാര്യത്തിനാണ് വിൻഡോസിൽ ഫയൽ എന്ന് പറയുന്നത്. ഈ ഫയലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ സഹായത്തിലൂടെ മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇത് പലതരത്തിലുള്ള ഫയലുകളുണ്ട്. ആപ്ലിക്കേഷൻ ഫയലുകളുണ്ട്, ഡാറ്റ ഫയലുകളുണ്ട്, സിസ്റ്റം ഫയലുകളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഫയലുകളുണ്ട്. നമ്മൾ കൂടുതലും ഫേസ് ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഫയലുകളാണ്. ഇപ്പോൾ ഈ ഒരു ബിസിനസ് പീപ്പിൾ എന്നുള്ള ഫോൾഡറിൽ ഞാൻ പലതരത്തിലുള്ള സാമ്പിൾ ഫയലുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്.
അതായത് ഇത് ഓരോന്നും ഓരോ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പൺ ആവുകയുള്ളൂ. ഉദാഹരണത്തിന് ഇതിപ്പോ ഒരു വേർഡ് ഫയലാണ്. അതായത് ഇവിടെ നമുക്ക് ടൈപ്പ് എന്താണ് കാണാൻ പറ്റുന്നുണ്ട്. ഉദാഹരണത്തിന് ഇതൊരു വേർഡ് ഫയലാണ്. നമുക്കിവിടെ ടൈപ്പ് എന്താണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇവിടെ മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റ് ആണ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ്, ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആണ് എന്നൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോ ഈ ഒരു വേർഡ് എന്ന് പറയുന്ന ഈ സാമ്പിൾ ഫയല് ഞാനിപ്പോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിനൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഫയല് വേർഡിലാണ് ഓപ്പൺ ആയത്. അതായത് എൻ്റെ സിസ്റ്റത്തിൽ ഈ ഒരു വേർഡ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചത് കൊണ്ടാണ് എനിക്കത് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞത്. അതേസമയം വേർഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ ഈ ഒരു പവർ പോയിന്റ് ഫയൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ പവർ പോയിന്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഓപ്പൺ ആയി വരികയുള്ളൂ. ഇതിനെയൊക്കെയാണ് ആപ്ലിക്കേഷൻ ഫയലുകൾ എന്ന് പറയുന്നത്. അങ്ങനെ വിവരങ്ങൾ അടങ്ങുന്ന കാര്യങ്ങളെയാണ് വിൻഡോസിൽ ഫയൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് വിൻഡോസിൽ ഫയലുകളും ഫോൾഡറുകളും എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കാം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ഡെസ്ക്ടോപ്പിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. നിങ്ങളുടെ ഒരു മേശപ്പുറം പോലെയാണ് ഡെസ്ക്ടോപ്പിനെ അടക്കി വെക്കേണ്ടത്. അപ്പോൾ അതിന് സഹായിക്കുന്ന ചില ഷോർട്ട് കട്ട്സുകളും ടിപ്സും ആയിരിക്കും നമ്മൾ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാണ് ഫയൽ എക്സ്പ്ലോററിന്റെ ഉപയോഗം. നമ്മുടെ സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള എല്ലാ ഫയലുകളും ഫോൾഡറുകളെയും കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞു പിടിക്കാൻ സഹായിക്കുന്ന വിൻഡോസിന്റെ ഒരു പ്രോഗ്രാമാണ് ഫയൽ എക്സ്പ്ലോറർ എന്ന് പറയുന്നത്. ഈ പേര് പോലെ എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാം. അത് എല്ലാ സിസ്റ്റത്തിലും ഏറ്റവും താഴെ ഇങ്ങനെ ഒരു ഫയലിന്റെ സിമ്പിൾ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോ ഞാൻ പല ഫോൾഡർ ഓപ്പൺ ചെയ്ത് കിടക്കുകയാണ്. അതൊന്ന് എല്ലാം ക്ലോസ് ചെയ്തു. ഇവിടെ താഴെ ടാസ്ക് ബാറിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സിസ്റ്റത്തിനും താഴെ ഇങ്ങനെ ഫയൽ എക്സ്പ്ലോറർ ഉണ്ടാവും. ഇനി ഇവിടെ പിൻ ചെയ്ത് ഇങ്ങനെ കിടപ്പില്ലെങ്കിൽ, അതായത് ചില പ്രോഗ്രാമുകൾ ഇങ്ങനെ പിൻ ചെയ്ത് കിടക്കും. പിൻ ചെയ്ത് കിടക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും പോവില്ല. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോ പവർ പോയിന്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കിടപ്പുണ്ട്. അതേപോലെ ഞാനിപ്പോ SAP എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടു. ഓക്കെ, അപ്പോൾ SAP ഞാനിപ്പോ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടപ്പോ നിങ്ങൾക്ക് ഇവിടെ താഴെ ടാസ്ക് ബാറിൽ കാണാം, അത് ഇവിടെ ആ ഒരു ചിഹ്നം ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ ഞാനൊന്ന് ക്ലോസ് ചെയ്ത് കളയാണ്. ക്ലോസ് ചെയ്തു. ഓക്കെ, അത് ക്ലോസ് ചെയ്ത് കളഞ്ഞു. ഇനി വീണ്ടും താഴെ ടാസ്ക് ബാറിലേക്ക് പോയി കഴിയുമ്പോൾ ആ ഒരു സിമ്പിൾ ഇനി ഇവിടെ കാണുന്നില്ല. അത് കംപ്ലീറ്റ്ലി റിമൂവ് ആയി പോയി. അതേസമയം ഞാനിപ്പോ എഡ്ജ് ഇവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, എഡ്ജ് സെലക്ട് ചെയ്ത് കിടപ്പുണ്ട്. ഇനി ഞാൻ എഡ്ജ് ഒന്ന് ക്ലോസ് ചെയ്ത് കളയണം. ഓക്കെ, അത് ക്ലോസ് ചെയ്ത് കളഞ്ഞെങ്കിലും അതിന്റെ ചിഹ്നം ഇവിടെ താഴെ അപ്പോഴും അത് ഫിക്സ് ആയിട്ട് തന്നെ കിടക്കുകയാണ്. കാര്യം അതിൽ ഞാൻ ഓപ്പൺ ചെയ്തത് ക്ലോസ് ചെയ്ത് കളഞ്ഞു. അത് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ടാസ്ക് ബാറിൽ പിന്ന് ചെയ്ത് അല്ലെങ്കിൽ പൂട്ടി അല്ലെങ്കിൽ കൂട്ടി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു സിമ്പിൾ മാറാതെ മായാതെ ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പോ ചില സിസ്റ്റത്തിൽ ഇങ്ങനെ ഈ ഫയൽ എക്സ്പ്ലോറർ പിൻ ചെയ്ത് കിടപ്പുണ്ടാവും. പിൻ ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫയൽ എക്സ്പ്ലോറർ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇനി നിങ്ങളുടെ സിസ്റ്റത്തിൽ ഫയൽ എക്സ്പ്ലോറർ പിൻ ചെയ്ത് കിടപ്പില്ല എന്നുണ്ടെങ്കിൽ താഴെ നമുക്ക് ഈ ഒരു സെർച്ച് ബട്ടൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അവിടെ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം. എന്തിനെയാണ് എവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ ഫയൽ എക്സ്പ്ലോറർ എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കണ്ടു ഫയൽ എക്സ്പ്ലോറർ എന്നുള്ള ആപ്ലിക്കേഷൻ വരുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫയൽ എക്സ്പ്ലോറർ വരും. ഈ ഫയൽ എക്സ്പ്ലോറർ ഉപയോഗിക്കുന്ന എന്തിനാണ്? നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫയലുകളെയും ഫോൾഡറുകളെയും തെരഞ്ഞു പിടിക്കാനായിട്ടാണ് ഫയൽ എക്സ്പ്ലോറർ ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ സ്ക്രീനിൽ കാണാം. ഇപ്പൊ എൻ്റെ സിസ്റ്റത്തിൽ ഉള്ള ഹാർഡ് ഡിസ്കിന്റെ സ്പേസ്, ഏതൊക്കെ ഫോൾഡറുകൾ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു സമ്മറിയാണ് ഈ ഇടത്തെ സൈഡിലുള്ള നാവിഗേഷൻ പെയിനിൽ കാണുന്നത്. അതായത് എനിക്കിപ്പോ പെട്ടെന്ന് ഞാൻ സാധാരണ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഫോൾഡറുകളിലേക്ക് പോകാനുള്ള ഒരു ഷോർട്ട് കട്ട് ലിങ്കുകളാണ് ഇവിടെ ഇടത്തെ സൈഡിൽ കാണുന്നത്.
അതേസമയം ഇനിയിപ്പോൾ ഇവിടെ ദിസ് പി സി കിടപ്പുണ്ട്. ദിസ് പി സിയിൽ സിസ്റ്റത്തിലുള്ള എല്ലാ ഡ്രൈവുകളെയും കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇവിടെ വിൻഡോസ് സി എന്നുള്ള ഡ്രൈവ് കാണാം. അതിൽ എത്ര സൈസ് ഉള്ള ഡ്രൈവ് ആണ്, അതായത് ഇപ്പൊ എന്റെ ഹാർഡ് ഡിസ്കിന്റെ കപ്പാസിറ്റി എത്രയാണ്, അതിൽ എത്ര സ്പേസ് ഫ്രീ ഉണ്ട്. അതായത് ഇപ്പോ ഇവിടെ നോക്കുമ്പോൾ 142 GB മാത്രമേ ഇതിൽ ഫ്രീ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിന്റെ അകത്ത് ഏതൊക്കെ ഫയലുകളും ഫോൾഡറുകളും ഉണ്ട് എന്നുള്ള ഒരു എക്സ്പ്ലോറേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡ്രൈവ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇനി ഇതിന്റെ അകത്തുള്ള ഡാറ്റാസ് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ഫോൾഡറുകൾ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും. അങ്ങനെ നമ്മുടെ സിസ്റ്റത്തിലുള്ള കാര്യങ്ങളെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന വിൻഡോസിലെ ഒരു ആപ്ലിക്കേഷനാണ് ഫയൽ എക്സ്പ്ലോറർ എന്ന് പറയുന്നത്. ഈ ഫയൽ എക്സ്പ്ലോറർ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നതായിരിക്കും. ഒരുപാട് സഹായം ഈ ഒരു ഫയൽ എക്സ്പ്ലോറർ വിൻഡോസിൽ നമ്മൾക്ക് ചെയ്തു തരും. ഇനി ഫയൽ എക്സ്പ്ലോറർ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യുക, ഫോൾഡറുകളും ഫയലുകളും ക്രിയേറ്റ് ചെയ്യുക. ഒരു ഫോൾഡർ ഏറ്റവും എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതാണ് എളുപ്പവഴി. ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ഈ ന്യൂവിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് ഒരു ഫോൾഡർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ കണ്ടോ ഫോൾഡർ എന്ന് പറയുന്ന ഓപ്ഷൻ കിടപ്പുണ്ടാവും. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ നിന്നാണ് റൈറ്റ് ക്ലിക്ക് ചെയ്തത്, പിന്നെ ഈ ഒരു പവർ പോയിന്റിന്റെ വിൻഡോ അഡീഷണൽ ആയിട്ട് കയറി വന്നതാണ്. എന്നാലും ഫോൾഡർ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡെസ്ക്ടോപ്പിലായിരിക്കും ആ ഒരു ഫോൾഡർ ആഡ് ആയി വന്നിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കാണിക്കാം. ഈ ഫോൾഡർ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു മെനു വരും. മെനു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ന്യൂവിൽ നിന്ന് ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഒരു പുതിയ ഫോൾഡർ ഇവിടെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് ഫോൾഡറിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതായത് ഇപ്പോൾ ബിസിനസ് പീപ്പിൾ എന്ന് പറഞ്ഞ പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബിസിനസ് പീപ്പിൾ എന്നുള്ള പേര് ഇവിടെ ആഡ് ചെയ്തു. ബിസിനസ് പീപ്പിൾ എന്നുള്ള പേര് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് പീപ്പിൾ യൂട്യൂബ് എന്നുള്ള പേരാണ് ഇവിടെ ഇപ്പോൾ കൊടുക്കുന്നത്. അങ്ങനെ ഇഷ്ടമുള്ള പേര് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക, പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക, ആ പേര് ആ ഫോൾഡറിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് ചെയ്ത് നോക്കേണ്ടത് ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, ആ ഫോൾഡർ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇനി നമ്മൾ ഇത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തൊരു ഫോൾഡർ ആണ്, അതുകൊണ്ട് സിസ്റ്റം പറയും ഈ ഫോൾഡർ എംപ്റ്റി ആണ്, അതായത് ഇതിന്റെ അകത്ത് ഒന്നും ഇല്ല. അപ്പൊ നമ്മളിപ്പോ ചെയ്തത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇനി ഫോൾഡറിന്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു, അതിന്റെ അകത്ത് ഫയലുകളും പ്രോഗ്രാമുകളും ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇതിന്റെ അകത്ത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ജസ്റ്റ് നേരത്തെ ഇതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇവിടെ ഒന്നില്ലെങ്കിൽ നമുക്ക് പുതിയ ഒരു ഫോൾഡറിനകത്ത് വേറെ ഫോൾഡർ വെക്കാം, ഒരു കുഴപ്പമില്ല. ഷോർട്ട് കട്ടുകൾ വെക്കാം, അതിനും കുഴപ്പമില്ല. ഇനി നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടു ഇവിടെ മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റ്, അതായത് എനിക്കിപ്പോൾ ഒരു വേർഡ് ഡോക്യുമെന്റ് ആണ് ഇതിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇതിൽ മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേർഡ് ഡോക്യുമെന്റ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഏതാണ് വേണ്ടത്, അതായത് ഇനി നമുക്ക് നേരത്തെ ഫോൾഡറിന് പേരിട്ട് കൊടുത്ത പോലെ ഡോക്യുമെന്റിനും പേര് കൊടുക്കാം. അതായത് ഇപ്പോൾ doc1 എന്നാണ് പേര് കൊടുക്കേണ്ടതെങ്കിൽ പേര് കൊടുത്തു, ക്ലിക്ക് ചെയ്യാം, ആ പേര് അവിടെ ആയി. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ അകത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഫോൾഡറും ഫയലും ഓപ്പൺ ചെയ്യാനുള്ള കാര്യമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. ഒരു ഫയലും ഫോൾഡർ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഏറ്റവും എളുപ്പ വഴി അതാണ്. റൈറ്റ് ക്ലിക്ക് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട, കാരണം അതൊക്കെ നിങ്ങളെ സ്ലോ ആക്കുകയുള്ളൂ. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം, ആ ഫോൾഡറും ഫയലും എല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. നമ്മളെപ്പോഴും വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അതായത് ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും, പക്ഷെ അങ്ങനെ ചെയ്യുന്നത്
നിങ്ങളെ തന്നെ സ്ലോ ആക്കുന്ന ഒരു പ്രവൃത്തിയാണ്. മാക്സിമം ഷോർട്ട് കട്ടുകൾ യൂസ് ചെയ്യുക. കാരണം ഇന്ന് വേൾഡ് നല്ല വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകം വേഗത്തിൽ പോകുമ്പോൾ അതേ വേഗത തന്നെ നിങ്ങൾക്കും വേണം. അപ്പോൾ മാക്സിമം ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആവും. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ ഫയലും ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഫോൾഡറും ഫയലും എങ്ങനെ ഡിലീറ്റ് ചെയ്യാം. അത് നമുക്ക് സാധാരണ ഡിലീറ്റ് ചെയ്ത് കളയുന്നതെല്ലാവരും ഇവിടെ വന്ന് കിടക്കും. ഇതാണ് റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നത്. ഇതിന്റെ അകത്തേക്കായിരിക്കും വന്ന് കിടക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബിസിനസ് പീപ്പിൾ യൂട്യൂബ് എന്ന് പറഞ്ഞ കാര്യം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ കീബോർഡിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഇതിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത് വളഞ്ഞ വഴിയുണ്ടോ? അതായത് എളുപ്പവഴിയല്ല, എളുപ്പവഴിയാണ് ഡിലീറ്റ് കീ പ്രസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ആൻഡ് ഡിലീറ്റ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോയി. പക്ഷെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിൻഡോസ് തരുന്ന ഒരു രണ്ടാം ചാൻസ് ഉണ്ട്, സെക്കൻഡ് ചാൻസ്. ആ സെക്കൻഡ് ചാൻസ് ആണ് അത് ഇവിടെ റീസൈക്കിൾ ബിന്നിൽ വന്ന് കിടക്കും. അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു ചവറ്റുകൊട്ടയിൽ വന്ന് കിടക്കും. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ റീസ്റ്റോർ ചെയ്ത് എടുക്കാം. അതായത് ഇവിടെ കണ്ടോ ബിസിനസ് പീപ്പിൾ യൂട്യൂബ് എന്നുള്ള കാര്യം ഇവിടെ കിടപ്പുണ്ട്. ഇതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീസ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ റീസൈക്കിൾ ബിന്നിൽ നിന്ന് എവിടെ നിന്നാണോ ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്, നോക്കിയത് ഇവിടെ ഒന്ന് കിടപ്പുണ്ട്. ഇപ്പോൾ നേരത്തെ ഇവിടെ നിന്നായിരുന്നു, ഇതൊന്ന് ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് കിടപ്പുണ്ട്. ഓക്കെ, തിരിച്ച് കൊണ്ടുവന്നു. എന്തായാലും തിരിച്ച് വന്നിട്ടുണ്ട് സംഭവം. ബിസിനസ് പീപ്പിൾ യൂട്യൂബ് എന്നുള്ള കാര്യം ഇവിടെ തിരിച്ചു വന്നു. ഓക്കെ, അപ്പോൾ റീസൈക്കിൾ ബിന്നിൽ നിലവിൽ ഇപ്പം ഇത്രയും കാര്യങ്ങൾ കിടപ്പുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എംപ്റ്റി ചെയ്യാം കേട്ടോ. അതായത് ഇതിലുള്ള കാര്യങ്ങളൊന്നും, ഈ ചവറ്റുകൊട്ടയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇത് എംപ്റ്റി ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളതെല്ലാം ക്ലിയർ ആയി, റീസൈക്കിൾ ബിൻ എംപ്റ്റി ആയി. ഇതിങ്ങനെ ക്ലിയർ റീസൈക്കിൾ ബിന്നിന്റെ സിമ്പിൾ വരും. അതേസമയം ഇതിപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഉണ്ടോ ആ ചവറ്റുകൊട്ട ഇപ്പോൾ ഫിൽ ആയിട്ടുണ്ട്. കാരണം അതിൻ്റെ അകത്ത് ഡാറ്റാസ് കിടപ്പുണ്ട്. വീണ്ടും ഒന്ന് റീസ്റ്റോർ ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, റീസ്റ്റോർ. വീണ്ടും ഈ ചവറ്റുകൊട്ട ക്ലീനായി. ഡിലീറ്റ് ചെയ്ത ബിസിനസ് പീപ്പിൾ യൂട്യൂബ് ഇവിടെ വന്ന് കിടപ്പുണ്ട് ഇപ്പോൾ. ഓക്കെ, അത് വീണ്ടും വന്നു. ഇനി ഡിലീറ്റ് ചെയ്തത് നമ്മളുടെ റീസൈക്കിൾ ബിന്നിലേക്കാണ് ഇപ്പോൾ വന്നു പോയത്. വേണമെങ്കിൽ നമുക്കത് പെർമനന്റ്ലി ഡിലീറ്റ് ചെയ്യാം. പെർമനന്റ്ലി ഡിലീറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് അതിനെ തിരിച്ച് എടുക്കാൻ പറ്റില്ല, റിക്കവറി ചെയ്തെടുക്കാൻ പറ്റില്ല. അതാണ് പെർമനന്റ്ലി ഡിലീറ്റ് എന്ന് പറയുന്നത്. പെർമനന്റ്ലി ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തിനാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അതിനെ ഇങ്ങനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് കീബോർഡിലെ ഷിഫ്റ്റ് കീ, നേരത്തെ നമ്മൾ കീബോർഡ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിഫ്റ്റ് കീ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു കീ, ഇതാണ് ഷിഫ്റ്റ് കീ എന്ന് പറയുന്നത്. ഇവിടെയുണ്ട്, റൈറ്റ് സൈഡിലുണ്ട്, ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡിലുണ്ട് ഷിഫ്റ്റ് കീ. അപ്പൊ ആ ഒരു ഷിഫ്റ്റ് കീ ആണ് പ്രസ് ചെയ്ത് പിടിക്കേണ്ടത്. എന്തിനാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ അത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബിസിനസ് പീപ്പിൾ യൂട്യൂബ്. അത് കഴിഞ്ഞ് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിക്കുക. കീബോർഡിൽ തന്നെയുള്ള ഡിലീറ്റ് എന്നുള്ള കീ നെക്സ്റ്റ് പ്രസ് ചെയ്യാം. അതായത് ഡിലീറ്റ് കീ പ്രസ് ചെയ്യാം. അപ്പോൾ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ സിസ്റ്റം നമ്മളോട് ചോദിക്കും ഇതിനെ പെർമനന്റ്ലി ഡിലീറ്റ് ചെയ്യണം, അതായത് പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യണം. ഒരിക്കലും ഇതിനെ നമുക്കിനി തിരിച്ചെടുക്കാൻ പറ്റില്ല. നേരത്തെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എവിടേക്കാണോ വന്നത്, റീസൈക്കിൾ ബിൻ. ഇനിയിപ്പോൾ ഇത് യെസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അത് കംപ്ലീറ്റ്ലി ഡിലീറ്റ് ആയി പോയി. അതാണ് പെർമനന്റ്ലി ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയേണ്ട കാര്യമാണ് ഒരു ഫയലിനെ കോപ്പി ചെയ്യുന്നു അല്ലെങ്കിൽ ഫയലിനെ മൂവ് ചെയ്യുന്നു. ഫയലും ഫോൾഡറുകളും നമുക്ക് കോപ്പി ചെയ്യാം, മൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫയലും ഫോൾഡറും കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഇപ്പൊ ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ കിടപ്പുണ്ട്. എനിക്ക് ഇതിനെ ഇവിടേക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഉണ്ട് ഇത് ഇങ്ങനെ സെലക്ട് ചെയ്യുക. അതായത് മൗസ് വെച്ച് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സെലക്ഷൻ ഏരിയ വരും. നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ടാണ് Ctrl+A എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഷോർട്ട് കട്ടിങ് യൂസ് ചെയ്യാം. ഷോർട്ട് കട്ട്സിനെ പറ്റി ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ഓക്കെ, ഇങ്ങനെ ഇപ്പോൾ മൗസ് വെച്ച് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ആവും. ഇനി വേണമെങ്കിൽ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ സംഭവങ്ങളെല്ലാം ഇവിടെ പുറത്തേക്ക് വന്നു. ഇതിനെ വേണമെങ്കിൽ തിരിച്ച് അകത്തേക്ക് വിടാം. ഓക്കെ, ഇതിനെയാണ് സെലക്ടിങ് ആൻഡ് മൂവിങ് എന്ന് പറയുന്നത്. ഇനി
ഇവിടെയുള്ള ഇതിപ്പോ ഞാൻ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താണ്, ഇവിടെ നിന്ന് പൂർണ്ണമായിട്ട് പറിച്ച് ഇവിടേക്ക് നട്ടു എന്നുള്ള പോലെയാണ്. അതായത് ഇവിടെ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ കോപ്പിയാണ് വേണ്ടതെങ്കിൽ, അതായത് ഇതിന്റെ ഒരു ഇതിൽ ഇവിടെ ഉള്ള ഡാറ്റ ഇവിടെയും വേണം, ഇവിടെ നമുക്ക് അതിന്റെ ഒരു കോപ്പിയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു പകർപ്പ്. ജസ്റ്റ് ഇതിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കണ്ടോ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ തന്നെ കണ്ടോ ഷോർട്ട് കട്ടും വരുന്നുണ്ട്, Ctrl+C. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിയുമ്പോൾ കണ്ടോ കോപ്പിയായി. ഇനി ഇവിടെ പുറത്ത് വരാം, റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് Ctrl+V പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അതിങ്ങനെ പേസ്റ്റ് ആയി. അപ്പോ ഇവിടെ നമുക്ക് ഫയലുകൾ വന്നിട്ടുണ്ട്. ഫയലുകൾ ഇവിടെ വരികയും ചെയ്തു, പക്ഷെ നിലവിൽ ഇവിടെ ഉള്ള ഫയലുകൾ ഡിലീറ്റ് ആയി പോവുകയും ചെയ്തിട്ടില്ല. അതിനെയാണ് കോപ്പിയിങ് എന്ന് പറയുന്നത്. ഇനി കോപ്പിയിങ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് കട്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ നേരത്തെ മൂവിൽ ചെയ്തത്. അത് തന്നെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിസേഴ്സിന്റെ സിമ്പിൾ വരും. അതിന്റെ ഷോർട്ട് കട്ട് ആണ് Ctrl+X. ആ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ഐക്കൺ ഒന്ന് ഫെയ്ഡ് ആയി, അതായത് എല്ലാം ഒന്ന് മങ്ങിയിട്ടുണ്ട്. അങ്ങനെ മങ്ങിയ അവസ്ഥയിൽ ജസ്റ്റ് ഇനി പുറത്തൊന്ന് പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പേസ്റ്റ് ചെയ്യാൻ ഷോർട്ട് കട്ട് സെയിം തന്നെയാണ്, Ctrl+V. ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ സംഭവിച്ച കാര്യം എന്താ നോക്കി, ഇവിടെ നിന്ന് പറിച്ച് ഇവിടേക്ക് നട്ടു. അതാണ് കട്ട്. കട്ടും കോപ്പിയും രണ്ട് കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, തൽക്കാലം ഇനി വീണ്ടും ഇതിനെ ഇവിടേക്ക് തന്നെ ആഡ് ചെയ്യാം. ഓക്കെ, തിരിച്ച് വേണ്ടെങ്കിൽ ഇവിടേക്ക് ഡ്രാഗ് ചെയ്തിട്ടു. അതിനാണ് കട്ട്, കോപ്പി, പേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഫയലുകളെയും ഫോൾഡറുകളെയും റീനെയിം ചെയ്യാം. റീനെയിം ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇതാണ്. ജസ്റ്റ് ആ ഒരു ഫോൾഡറിന്റെ അടുത്ത് ചെല്ലുക, അതിനൊന്ന് സിംഗിൾ ക്ലിക്ക് ചെയ്യുക. സിംഗിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് സെലക്ട് ആവും. എന്നിട്ട് ജസ്റ്റ് ഒരു 1 to 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടി അതിനെ സിംഗിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതാണ് റീനെയിം ഓപ്ഷൻ വരാനായിട്ട് ചെയ്യേണ്ടത്. അതായത് ജസ്റ്റ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യരുത്. പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് ഓപ്പൺ ആയിട്ട് വരും. അങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യരുത്. ആദ്യം ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്യുക, ഒരു 1-2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനെ ആ ഒരു റീനെയിം എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരും. നമുക്കിനി എന്ത് പേരാണോ പേര് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്തിടാം. ഇപ്പൊ യൂട്യൂബ് എന്നുള്ള പേര് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് എന്നുള്ള നെയിം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്തിടാം. ഓക്കെ, യൂട്യൂബ് ആഡ് ചെയ്ത് വന്നു. ഇപ്പോ ഞാൻ യൂട്യൂബ് എന്നുള്ള പേരാക്കാൻ നോക്കിയപ്പോൾ സിസ്റ്റം പറയുന്നത് ഇതിന്റെ അകത്തുള്ള കുറെ കാര്യങ്ങൾ എവിടെയൊക്കെ ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ട്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ അതിന്റെ അകത്തുള്ള ഒരു ഫയലാണ് ഞാനിപ്പോ ഇവിടെ ഓപ്പൺ ചെയ്ത് കിടക്കുന്നത്. തൽക്കാലം ഇതിന്റെ അകത്തുള്ള ഒരു ഫയലിനെ ഒന്ന് റീനെയിം ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഒന്ന് സിംഗിൾ ക്ലിക്ക്, വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യാം. റീനെയിം ഓപ്ഷൻ വന്നു. ജസ്റ്റ് ഇതിന്റെ പേര് ബിസിനസ് പീപ്പിൾ എന്നാക്കി. ഓക്കെ, അങ്ങനെ റീനെയിം ചെയ്യുക. റീനെയിം ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തൊന്ന് മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റീനെയിം അവിടെ എഫക്റ്റീവ് ആവും. ഇനി ഫയലും ഫോൾഡറും എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമുക്ക് ഈ ഒരു ഫോൾഡർ ഇപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി റീനെയിം ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതിപ്പോഴും യൂസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ഫോൾഡറിലുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മിക്കവാറും ഇതിൽ പവർ പോയിന്റ് ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്, അതായത് ഈ ഫോൾഡറിന്റെ അകത്തുള്ള പവർ പോയിന്റ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ആ ഫോൾഡറിനെ റീനെയിം ചെയ്യാൻ സിസ്റ്റം സമ്മതിക്കാത്തത്. ഓക്കെ, ഇപ്പൊ തൽക്കാലം അതൊക്കെ ക്ലോസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഫോൾഡറിനെ ഞാൻ റീനെയിം ചെയ്യുന്നില്ല. പുറത്തുള്ള വേറെ ഏതെങ്കിലും ഫോൾഡർ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റീനെയിം ചെയ്യാം. അതായത് ഇപ്പോൾ ടാലി ബാക്കപ്പ്, ഇതിൽ ഈ ബാക്കപ്പ് എന്നുള്ള കാര്യം എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് മാറ്റിയിടാം. പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അതിന്റെ പേര് മാറി, ആ ഫോൾഡറിന്റെ പേര് മാറി. ഇനി ഫോൾഡറിന്റെ പേര് മാറ്റാം. നമുക്ക് അതേപോലെ തന്നെ ഫയലിന്റെ പേരും നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത്രയും ഉള്ളൂ ഒരു ഫയലിനെയും ഫോൾഡറിനെയും റീനെയിം ചെയ്യുന്ന കാര്യം.
ഇനി നമ്മളുടെ ഫയലിന്റെയും ഫോൾഡേഴ്സിന്റെയും പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഘടന കാണണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഈ ഒരു കണ്ടോ മൗസ് ഈ ഒരു ഫോൾഡറിന്റെ മുകളിൽ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫോൾഡറിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് അതിന്റെ സൈസ് എത്രയാണ്, അതിന്റെ പേരെന്താണ്, എന്നാണ് ക്രിയേറ്റ് ചെയ്തത്, അതിന്റെ അകത്ത് എന്തൊക്കെയാണ്. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഈ പ്രോപ്പർട്ടീസ് എന്നുള്ള കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും. എത്ര സൈസ് അത് എടുക്കുന്നുണ്ട്, പിന്നെ ഇതെന്ത് ഫോർമാറ്റിലുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരു ഇമേജ് ആണെങ്കിൽ ആ ഇമേജിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് എന്ന് ക്രിയേറ്റ് ചെയ്തു, എന്നെടുത്ത ഫോട്ടോ ആണ്, എവിടെ നിന്നാണ് ഇമേജ് എടുത്തത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു വേർഡ് ഫയലാണ് റൈറ്റ് ക്ലിക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ അതൊരു വേർഡ് ഫയലാണ്, വേർഡിലായിരിക്കും ഇത് ഓപ്പൺ ആവുന്നത് എന്നുള്ള ഇൻഫോർമേഷൻ കാണാൻ പറ്റും. പിന്നെ അതിന്റെ സൈസ് എന്ന് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ അകത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി ഫോൾഡേഴ്സും ഫയൽസിന്റെയും കാര്യം പറയുമ്പോൾ പറയേണ്ട മറ്റൊരു ടൈപ്പ് ഓഫ് ഫോൾഡർ ആണ് സിപ്പ് ഫയലുകൾ എന്ന് പറയുന്നത്. ഈ സിപ്പ് ഫയലുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടും നമ്മുടെ ഫോൾഡറുകൾ മെയിൽ ചെയ്യുമ്പോഴോ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെയാണ് സിപ്പ് ആക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ കംപ്രസ്ഡ് ഫയലുകൾ എന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ. അതായത് ഇപ്പോൾ ഈ ഒരു ബിസിനസ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു ഫോൾഡർ എനിക്ക് അയക്കാനായിട്ട് ഏറ്റവും എളുപ്പം ഇതിനെ ഒരു കംപ്രസ്ഡ് ഫോൾഡർ ആക്കി മാറ്റുന്നതാണ്. അതായത് കെട്ടിപ്പൂട്ടി അയക്കാൻ. അതായത് ഇപ്പൊ നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പൊ ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സുകളെല്ലാരും നമ്മൾ ഇങ്ങനെ ഒരു ബാഗിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് വിചാരിക്കാം. അപ്പോ ഈ ബാഗിലാക്കിയിട്ട് കൊണ്ടുപോകുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ ഒന്നും മിസ്സായി പോവില്ല. പക്ഷെ അതേസമയം ഇതെല്ലാരും നമ്മൾ കയ്യിലെടുത്തുകൊണ്ട് പോവുകയാണെങ്കിലോ ചിലപ്പോൾ വഴിയിൽ എന്തെങ്കിലുമൊക്കെ മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെയാണ് വിൻഡോസിൽ കംപ്രസ്ഡ് ഫയൽ ചെയ്യുന്നത്. ആ ഒരു പർപ്പസാണ്. അതായത് നമ്മളുടെ ഇതിന്റെ അകത്ത് ഇപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു ബിസിനസ് പീപ്പിൾ എന്നുള്ള ഫോൾഡറിന്റെ അകത്ത് ഇങ്ങനെ 5 or 6 ഫയലുകൾ, ഓക്കെ, ഒരു 5 ഫയൽ കിടപ്പുണ്ട്. ഈ ഫോൾഡർ ഞാനിപ്പോൾ ഒരാൾക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ഫയൽ മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫോൾഡറായിട്ട് അയക്കുന്നതിനേക്കാളും എപ്പോഴും സേഫ് അതിനൊന്ന് പൂട്ടിയിട്ട് കംപ്രസ് ചെയ്തിട്ട് അയക്കുന്നതാണ്. കംപ്രസ് ചെയ്യാനായിട്ട് അതിനുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇവിടെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്, 7-zip എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വിൻഡോസ് 11 മുതൽ മുകളിലേക്ക് ഡിഫോൾട്ട് ആയിട്ട് ഒരു കംപ്രസർ ഉണ്ട്. കംപ്രസറും അൺസിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അതായത് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫോൾഡറിന് പോസിബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് ഓപ്ഷൻസ് വരും. അതിലൊന്നാണ് ഇവിടെ നോക്കുമ്പോൾ കണ്ടോ കംപ്രസ് ടു സിപ്പ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ഈ കംപ്രസ് ടു സിപ്പ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കാം. അത് ക്ലിക്ക് ചെയ്തു. ഇവിടെ ഒരു കംപ്രസ്ഡ് ഫയലായിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ രണ്ട് ഫയലും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇതൊരു ഫോൾഡർ ആണ്, ഇതൊരു സിപ്പ് ഫയലാണ്. അതായത് ഈ ഒരു ഐക്കണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സിപ്പ് സിമ്പിൾ ആണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലുള്ള ഫയലാണെങ്കിൽ നമുക്ക് അയക്കാൻ എളുപ്പമാണ്, വാട്സാപ്പിൽ സെൻഡ് ചെയ്യാൻ എളുപ്പമാണ്, മെയിൽ അയക്കാൻ എളുപ്പമാണ്. അങ്ങനെയുള്ള കുറെ ബെനിഫിറ്റ് ഇതിനുണ്ട്. ഇനി ഈ ഒരു കംപ്രസ്ഡ് ആയിട്ടുള്ള ഫയലിനെ അൺസിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ജസ്റ്റ് ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അതായത് എപ്പോഴും ഫോൾഡറെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കംപ്രസ്ഡ് ഫയൽ നമ്മൾ ചില വിൻഡോസിലൊക്കെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കംപ്രസ്ഡ് ഫയൽ നിങ്ങൾക്ക് ആരെങ്കിലും അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് അൺസിപ്പ് ചെയ്തെടുക്കണം. അൺസിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇതിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കണ്ടോ എക്സ്ട്രാക്ട് ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ടാവും. ഈ എക്സ്ട്രാക്ട് ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. സിസ്റ്റം ചോദിക്കും എവിടേക്കാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബിസിനസ് പീപ്പിൾ 1 എന്ന് പറഞ്ഞ ഫോൾഡറിലേക്കാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് എന്ന് സിസ്റ്റത്തിനോട് പറയണം. ഇനി എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം അതിലുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരു ഫോൾഡർ ആക്കി ഡെസ്ക്ടോപ്പിൽ എക്സ്ട്രാക്ട് ചെയ്ത് തന്നിട്ടുണ്ടാകും. ഓക്കെ, ഇവിടെ കാണാം കണ്ടോ, ഇതാണ് ബിസിനസ് പീപ്പിൾ 1. അതായത് ഈ ഒരു സിപ്പ് ഫയലുള്ള കാര്യം ബിസിനസ് പീപ്പിൾ 1 എന്നുള്ള ഫോൾഡറിലേക്ക് സിസ്റ്റം ഡീകംപ്രസ് ചെയ്ത് തരിക. അതായത് ഇങ്ങനെ കെട്ടിപ്പൂട്ടി ഇരിക്കുന്ന കാര്യം നമ്മൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ
ഫോൾഡർ ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ കാണാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ കംപ്രസ്ഡ് ഫയല് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി എക്സൽ അല്ലെങ്കിൽ വേർഡ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് പറയാം. തൽക്കാലം ഇതിന്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. മെയിൻ ആയിട്ടും മെയിൽ അയക്കുമ്പോൾ അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ ഒരുപാട് ഫയൽസും ഫോൾഡേഴ്സ് ഒക്കെ അയക്കുമ്പോൾ ഒരു ഡാറ്റയും മിസ്സായി പോവാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ കെട്ടിപ്പൂട്ടി അയക്കുന്നത്. ഇനി ചില വിൻഡോസിൽ ഇങ്ങനെ കംപ്രസ് ഓപ്ഷൻ ഡയറക്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. 7-Zip, WinRAR തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ 7-Zipഉം WinRARഉം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫ്രീ സോഫ്റ്റ്വെയർ ആണ് 7-Zip എന്ന് പറയുന്നത്. അപ്പോൾ 7-Zip യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന വിൻഡോസ് 11ൽ ഡയറക്റ്റ് 7-Zip ഓപ്ഷൻ വരില്ല. ഇവിടെ ഷോ മോർ ഓപ്ഷനിലായിരിക്കും വരുന്നത്. നിങ്ങളുടെ വിൻഡോസ് 10ഓ അതിൽ പഴയ വേർഷനൊക്കെ ആണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ 7-Zip ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഇവിടെ നിന്ന് 7-Zip എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് ആഡ് ടു ഫോൾഡറിന്റെ പേര് .zip, അതായത് ഇപ്പം എൻ്റെ ഫോൾഡറിന്റെ പേര് ബിസിനസ് പീപ്പിൾ 1 എന്നാണ്. അപ്പോൾ ആഡ് ടു ബിസിനസ് പീപ്പിൾ 1.zip എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ അതൊരു സിപ്പ് ഫയലായിട്ട് മാറി. ഓക്കെ, അപ്പോൾ പല രീതിയിൽ നമുക്ക് സിപ്പ് ചെയ്യാം. ഇനി സിപ്പ് ചെയ്ത ഫയൽ നമുക്ക് അൺസിപ്പ് ചെയ്യാനും ഇതേപോലെ തന്നെ 7-Zip യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാം. ഇവിടെ 7-Zipൽ പോയി കഴിഞ്ഞാൽ എക്സ്ട്രാക്ട് ടു ഫോൾഡറിന്റെ പേര് നമുക്കിവിടെ കാണാം. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫോൾഡർ ആയിട്ട് സിസ്റ്റം നമുക്ക് തരും. അപ്പോൾ കംപ്രസ്ഡ് ഫയലിനെ പറ്റിയുള്ള ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു സിസ്റ്റം യൂസ് ചെയ്ത് നിങ്ങൾ സിസ്റ്റമായിട്ടൊന്ന് പരിചയപ്പെടുള്ളൂ. യൂസ് ചെയ്തേ നമ്മൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തേ നമ്മൾ സിസ്റ്റത്തിൽ ഇമ്പ്രൂവ് ആവുള്ളൂ. സിസ്റ്റം യൂസ് ചെയ്യുന്ന സ്പീഡ് കൂടുകയുള്ളൂ. അപ്പോൾ മാക്സിമം സിസ്റ്റമായിട്ടുള്ള നിങ്ങളുടെ ഇൻറ്ററാക്ഷൻസ് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക. മാക്സിമം ഷോർട്ട് കട്ട്സ് ഒക്കെ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇനിയും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തുടർന്നും വീഡിയോസ് ഇതിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.